اللهم تقبل صلاتنا وركوعنا وسجودنا وتوبتنا. أعوذ بكلمة الله التامة ومن كل شيطان وأمة ومن شر فتنة الليل والنهار. അല്ലാഹുവേ, ഞങ്ങൾ പിടിച്ച നോമ്പ് നീ കബൂലാക്കണേ അല്ലാ. ഈ പട്ടിണി ഇരുന്നത് വെറുതെ ആക്കല്ല അല്ലാ. ഞങ്ങളുടെ മുഖത്തേക്ക് തന്നെ നീ ഇത് വലിച്ചെറിയല്ലേ അല്ലാ. അല്ലാഹുവേ, ഞങ്ങൾ പിടിച്ച നോമ്പിന്റെ പ്രതിഫലം നീ മറ്റുള്ളവർക്ക് എടുത്തു കൊടുക്കല്ലേ അല്ലാ. അല്ലാഹുവേ, റമദാൻ ഞങ്ങൾക്ക് സ്വർഗം വാങ്ങിത്തരണേ അല്ലാ. ഞങ്ങൾക്ക് നരകം വാങ്ങിത്തരുന്ന അവസ്ഥ വരുത്തല്ല അല്ലാ. അല്ലാഹുവേ, നീ ഞങ്ങൾക്ക് തഖ്വ നൽകണേ അല്ലാ, ഖൗഫ് നൽകണേ അല്ലാ, തവാള നൽകണേ അല്ലാ, ഹുസ്നുൽ ഖുൽഖ് നൽകണേ അല്ലാ. ഞങ്ങളുടെ ഹൃദയങ്ങളുടെ രോഗങ്ങൾ മാറ്റണേ അല്ലാ. ഞങ്ങളുടെ ഹൃദയത്തിന്റെ രോഗങ്ങൾ മാറ്റണേ അല്ലാ. ഞങ്ങളിപ്പം നന്നായില്ലെങ്കിൽ ഇനി എന്ന് നന്നാകാനാണ് റഹ്മാനെ. നീ ഞങ്ങളെ നന്നാക്കണേ അല്ലാ. നീ ഞങ്ങളുടെ പാവം പൊറുക്കണേ അല്ലാ. നീ ഞങ്ങളുടെ പാവം പൊറുക്കണേ അല്ലാ. അല്ലാ, നീ പുറത്തു തരാമെന്ന് പറഞ്ഞ മാസമാണല്ലോ റബ്ബേ. നീ ഞങ്ങളെ കൈവിട്ടാ ഞങ്ങൾ എവിടെ പോകും റഹ്മാനെ. നീ ഞങ്ങളെ ആട്ടി ഓടിക്കല്ല പടച്ചവരെ. നീ ഞങ്ങളെ ആട്ടി ഓടിക്കല്ല റഹ്മാനെ. ഭൗതിക സംസാരം പള്ളിയിൽ പാടില്ല. നമ്മൾ ചെയ്യുന്ന അമലുകളൊക്കെ നിഷ്ഫലമായി പോകാൻ ഒരു ചെറിയ സംസാരം മതി പള്ളിന്റെ ഉള്ളിൽ. എത്ര ഗൗരവമെന്നറിയാം പള്ളിന്റെ ഉള്ളിലെ വിഷയം. സുയൂത്തി ഇമാം റളിയല്ലാഹു അൻഹു പറയുന്നുണ്ട്, അല്ലാഹു ഫിൽ മസ്ജിദി ദുൽമത്തുൻ ഫിൽ ഖബർ. പള്ളിന്റെ ഉള്ളിൽ വെച്ച് പൊട്ടിച്ചിരിക്കുന്നത് ഖബറിലെ ഇരുട്ടാണ്. എന്തെല്ലാം സംസാരങ്ങളാണ്. ചെറുപ്പക്കാരോട് ഞാൻ പറയട്ടെ, ജുമാക്ക് വരുന്ന ഒറ്റ കലാമ് സംസാരിക്കരുത്. എനിക്കന്നല്ല നിങ്ങൾ ജുമാക്ക് പോകാതെ വിട്ടിരിക്കാല്ലേ, അതിന് കുഴപ്പമില്ല. എന്തൊരു സംസാര പള്ളിന്റെ മേലെന്ന്. എന്തെല്ലാം കളിയാ കളിക്കുന്നത്, ഗെയിം കളിക്കുന്നു. നഊദു ബില്ലാഹ്. പള്ളിന്റെ മേലെയോ കളിക്കാനുള്ള സ്ഥലമാണോ സഹോദരങ്ങളെ അല്ലാഹുവിന്റെ പള്ളി? സംസാരിക്കാനുള്ള സ്ഥലമാണോ അല്ലാഹുവിന്റെ പള്ളി? എത്ര ബഹുമാനത്തോടെ കാണേണ്ട സംഗതിയാണ്. അതുകൊണ്ട് ഗൗരവത്തോടെ ശ്രദ്ധിക്കണേ. കുറഞ്ഞ അമലുകള് ആറ്റിക്കുറിച്ചു നോക്കിയാൽ കിട്ടുന്നത്. حتى إذا أتوا على واد النمل قالت نملة يا أيها النمل ادخلوا مساكنكم لا اللهم يا من على العرش استوى، يا من خلق فسوى وقدر فهدى وأعطى كل شيء خلقه ثم هدى، يا من أضحك وأبكى وأمات وأحيا وأسعد وأشقى وأوجد وأبلى ورفع وخفض وأعز وأذل وأعطى ومنع ورفع ووضع، يا من شق البحار وأجرى الأنهار وكور النهار على الليل وكور الليل على النهار، يا من هدى من الضلالة وأنقذ من الجهالة وأنار الأبصار وأحيا الضمائر والأفكار، يا من تسمع كلامنا وترى مكاننا وتعلم سرنا وعلانيتنا، لا يخفى عليك شيء من أمرنا، نحن البؤساء الفقراء
المستغيثون المستجيرون الوجلون المشفقون المقرون المعترفون بذنوبهم نسألك مسألة المساكين ونبتهل إليك ابتهال المذنب الذليل وندعوك دعاء الخائف الضرير من خضعت لك رقبته وفاضت لك عيناه وفاضت لك عيناه وفاضت لك عيناه وذل لك جسده ورغم لك أنفه إلهنا لبيك وسعديك والخير كله في يديك والشر ليس إليك نحن بك وإليك تباركت وتعاليت إلهنا ذكرك قوت القلوب وقرة العيون وسرور النفوس وروح الحياة وحياة الروح تبارك الذي من خشيته تتجافى عن المضاجع الجنوب وبرجاء رحمته تتنفس عن نفوس الخائفين الكروب. പള്ളിയിൽ കയറിയിട്ട് വർത്തമാനം പറഞ്ഞിരിക്കരുത്. ഫോൺ കൊണ്ട് അറ്റൻഡ് ചെയ്യുന്നത് പള്ളിയിൽ നിന്ന് ആകാതിരിക്കാൻ ശ്രദ്ധിക്കണം. പള്ളിന്റെ ഉള്ളിൽ വെച്ച് സംസാരിച്ചുകൂടാ. റളിയല്ലാഹു അടിക്കാൻ വരെ നോക്കിയിട്ടുണ്ട്. അടിക്കണം എന്നാ ശരിക്കും അങ്ങനത്തെ കണക്ക്. പള്ളിന്റെ ഉള്ളിൽ അങ്ങനെ സംസാരിക്കുന്ന ആൾക്കാർ പള്ളിന്റെ ഉള്ളിൽ കയറി ദിക്റും സ്വലാത്തും ദിക്റും കാര്യങ്ങളല്ലാതെ ഉസ്താദ് ക്ലാസ് എടുക്കുമ്പോൾ നിങ്ങൾ വല്ല സംശയം ചോദിച്ചോളൂ. അത് ഇൽമു പഠിക്കാനാ, ഇൽമാണത്. അതിന് കുഴപ്പമൊന്നുമില്ല. സംശയങ്ങൾ ചോദിച്ചു പഠിക്കാം. മുത്താലിമീങ്ങൾ സംശയം ചോദിച്ചു പഠിക്കും, അവർ ഓതിപ്പൊടിക്കും. അത് ഇൽമു പഠിക്കാം. ഭൗതിക സംസാരം പള്ളിയിൽ പാടില്ല. നമ്മൾ ചെയ്യുന്ന അമലുകളൊക്കെ നിഷ്ഫലമായി പോകാൻ ഒരു ചെറിയ സംസാരം മതി പള്ളിന്റെ ഉള്ളിൽ. എത്ര ഗൗരവമെന്നറിയാം പള്ളിന്റെ ഉള്ളിലെ വിഷയം. സുയൂത്തി ഇമാം റളിയല്ലാഹു അൻഹു പറയുന്നുണ്ട്, അല്ലാഹു ഫിൽ മസ്ജിദി ദുൽമത്തുൻ ഫിൽ ഖബർ. പള്ളിന്റെ ഉള്ളിൽ വെച്ച് പൊട്ടിച്ചിരിക്കുന്നത് ഖബറിലെ ഇരുട്ടാണ്. കേൾക്കുന്നുണ്ടാ? പള്ളിന്റെ ഉള്ളിൽ വെച്ച് പൊട്ടിച്ചിരിക്കുന്നത് ഖബറിൽ ഇരുട്ടുണ്ടാകാൻ കാരണമാണ്. പോയി കിടക്കുന്ന സ്ഥലത്ത് അല്ലാത്തത് ആലോചിക്കുമ്പോൾ തന്നെ ഇരുട്ടാണ്. പള്ളി ബഹുമാനിക്കേണ്ടതാണ്. എന്താ സഹോദരങ്ങളെ നമ്മുടെ സമൂഹത്തിന്റെ അവസ്ഥ? ഞാൻ കഴിഞ്ഞ ഒരു മാസം മുമ്പ് ഒരു ജുമാഅത്ത് പള്ളിയിൽ താഴെ സ്ഥലമില്ലാത്തതുകൊണ്ട് മേലെ കയറി. എന്റെ ജീവിതത്തിൽ ഒരിക്കലും ഇനി പള്ളിന്റെ മേലെ ജുമാ കയറില്ല തീരുമാനിച്ചു. പള്ളിയില്ലാത്ത സ്ഥലത്ത് തൊഫ് ഉണ്ടാക്കിയിട്ട് അപ്പുറത്ത് നിന്നാലും കുഴപ്പമില്ല. മേലെ ഇരിക്കുന്ന യുവാക്കളും ചെറുപ്പക്കാരും 4 കുട്ടികളും 5 കുട്ടികളുള്ള ആൾക്കാരൊക്കെ മേലെ ഇരിക്കുന്ന ആൾക്കാരെ ഹാൽ എന്താണ്? എന്തൊക്കെയാണ് അവർ പറയണത്? ഇമാമ് കൈകെട്ടിയിട്ട് റുക്കൂയിലേക്ക് പോകുമ്പോ ഒരു സംസാരം നിന്നു എന്നല്ലാതെ അതിന്റെ മുമ്പ് സംസാരം നിൽക്കണ്ടേ? എന്തെല്ലാം സംസാരങ്ങളാണ്. ചെറുപ്പക്കാരോട് ഞാൻ പറയട്ടെ, ജുമാക്ക് വരുന്ന ഒറ്റ കലാമ് സംസാരിക്കരുത്. എനിക്കെന്നാൽ നിങ്ങൾ ജുമാക്ക് പോകാതെ വിട്ടിരിക്കാല്ലേ, അതിന് കുഴപ്പമില്ല. എന്തൊരു സംസാര പള്ളിന്റെ മേലെന്ന്. എന്തെല്ലാം കളിയാ കളിക്കുന്നത്. ഗെയിം കളിക്കുന്നു, നഊദു ബില്ലാഹ്. പള്ളിന്റെ മേലെയോ? കളിക്കാനുള്ള സ്ഥലമാണോ സഹോദരങ്ങളെ അല്ലാഹുവിന്റെ പള്ളി? സംസാരിക്കാനുള്ള സ്ഥലമാണോ അല്ലാഹുവിന്റെ പള്ളി? കച്ചവടം ചെയ്യാൻ പോലും ഇതിന്റെ മേലെ പറ്റുമോ? ലേലം വിളിക്കാൻ പറ്റുമോ? എത്ര ബഹുമാനത്തോടെ കാണേണ്ട സംഗതിയാണ്. അതുകൊണ്ട് ഗൗരവത്തോടെ ശ്രദ്ധിക്കണേ. കുറഞ്ഞ അമലുകള് ആറ്റി കുറിച്ചു നോക്കിയാൽ കിട്ടുന്നത് പള്ളിയിലെ സംസാരം കൊണ്ട് തൂത്തെറിയണ്ട.